ആത്മക്ലേശമതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്, ശേഖൈനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്, പ്രകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ.
വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. യേശുവിൻ മുഖം കൊതി തീരെ കാണുവാൻ
യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ മിഴിനീർ തൂകും പ്രിയരെ വീണ്ടും നമ്മൾ കാണും വിണ്ണി യേശുവിൻ മുഖം കൊതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ കരയുക നീ ഹൃദയത്തിൻ ശാന്തിക്കാൻ തളരരുതേ തിരുമുൻപിലാണു ഞാൻ തീരാ ദുഃഖം ദൈവം മായ്ക്കും തളിരണിഞ്ഞിടും ജീവിതം വഴി നടത്തിടും തമ്പുരാൻ യേശുവിൻ മുഖം കൊതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ വളരെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും മറ്റു ചിലരോടൊത്ത് വളരെ പ്രയത്നിക്കുകയും ചെയ്തതായ ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണം എന്നുള്ളതായ ആശയിൽ ഒരു ദേവാലയം സ്ഥാപിതമായപ്പോൾ ആ ദേവാലയത്തിൻ്റെ കൂതാശയ്ക്കായി ഒരു ഷമ്മാസിനായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അഭിനന്ദനായ പഴയ കാലം ചെയ്ത യോഹാനന്മാർ സെവറിനോട് ചെറിയാച്ചാറിൻ്റെ ഭവനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം പൂട്ടണമെങ്കിലും തുറക്കണമെങ്കിലും ചെറിയാച്ചൻ അറിയാതെ അത് നടക്കുമായിരുന്നില്ല. അത്രയേറെ ആത്മബന്ധം ഈ ദേവാലയവുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ താക്കോലുകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ഇടയായത്. ഇന്നും ഏകനായി ഈ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി അദ്ദേഹം ഈ ദേവാലയത്തിൽ കിടക്കുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മെ വിട്ട് പിരിഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നാമെങ്കിലും അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ സാക്ഷികളുടെ വലിയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചെറിയാച്ചായൻ മാറിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. മരിച്ചവരും അവനെതിരിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ ഇന്നു മുതൽ എന്നാളും ദൈവത്തെ സ്തുതിക്കുമെന്ന് നാം വായിക്കുന്നു. ഇന്നു മുതൽ എന്നാളും ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിത്യമായി ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് സാക്ഷികളുടെ സമൂഹമായി കടന്നുപോയിരിക്കുന്ന ചെറിയാച്ചൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുമ്പോൾ ആ പങ്കാളിത്തത്തിൽ ആനന്ദിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനുള്ളതായ വിവേകമാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ നമ്മിൽ നിന്ന് കടന്നുപോയി ഇനി നാം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായ കാര്യമില്ല എന്ന് നാം ചിന്തിക്കും. നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, മറുരൂപം അറിയില്ല. ശിഷ്യന്മാരിൽ ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ മോശയും ഏലിയാവും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവനുമായി സംസാരിക്കുന്നതിന് വേണ്ടി മറുരൂപം വരയിൽ ആഗതരായി.
പത്രോസും യാക്കോബും യോഹന്നാനും അവരൊരു നാളും കണ്ടിട്ടില്ല, പക്ഷെ അവർ അവരെ തിരിച്ചറിഞ്ഞു. അവർ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. അവർ കർത്താവുമായി ഈ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും പ്രതിപാദിക്കുന്നതിനുമായിട്ട് മറുരൂപമലയിൽ ഇറങ്ങി വന്നു. അവർ ദൈവത്തോട്, കർത്താവിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ പരവശരായ ശിഷ്യന്മാര് പറയുന്നത്, കർത്താവേ, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നതായ ശിഷ്യന്മാരുടെ ഗണം നാം ഓർക്കേണ്ടത്, വാങ്ങിപ്പോയവരായ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം, വാങ്ങിപ്പോയവരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ തിരുശരീരങ്ങളുടെ പങ്കാളിത്തത്തില്, ഭാഗവാക്കായവരുടെ ബന്ധത്തില്, ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയവരോടുള്ള ബന്ധത്തില് നാം ചിന്തിക്കുമ്പോൾ അവരെപ്പോഴും തിരിച്ചറിയുന്നവരും മനസ്സിലാക്കുന്നവരും ഈ ലോകകാര്യങ്ങൾ അറിയുന്നവരുമാണ് എന്ന വസ്തുതയാണ്. കർത്താവിന്റെ മരണത്തെക്കുറിച്ച്